അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ ഒരുപാട് പേര് ജന്നത്തുൽ ബഖിയ അല്ലെങ്കിൽ ബഖിയ അൽ ഖർഖദി എന്നൊക്കെ പറയുന്ന മദീനയിലെ ഖബർസ്ഥാനിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ എത്ര പേര് ബഖിയ അത്താനി അല്ലെങ്കിൽ ബഖിയ അൽ മസ്ർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഈജിപ്തിലെ ബഖിയ അല്ലെങ്കിൽ രണ്ടാം ബഖിയ എന്നൊക്കെ അറിയുന്ന ഏകദേശം പറയപ്പെടുന്നത് 5000-ഓളം സഹാബത്ത് മറവിട്ട് കിടക്കുന്നത്. നമുക്കറിയാം മദീനയിൽ ഏകദേശം 10,000-ന് മുകളിലാണ് സഹാബത്ത് വഫാത്തായി കിടക്കുന്നത്. പക്ഷെ ഇവിടെ 5000-ഓളം പേര് വഫാത്തായി കിടക്കുന്ന മറ്റൊരു മക്ബറയുണ്ട്. അതിന് ബഖിയ അത്താനി രണ്ടാം ബഖിയ അല്ലെങ്കിൽ ഈജിപ്തിലെ ബഖിയ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ അത്തരം ഒരു ഖബർസ്ഥാനിലാണുള്ളത്. പലരും അധികം കേട്ടിട്ടില്ലാത്ത എന്നാൽ ഈജിപ്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മക്ബറ കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ ചരിത്രപ്രസിദ്ധമായ ബഹ്നസ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്. അവിടെ തന്നെ പ്രധാനമായിട്ടും മക്ബറത്ത് ഷുഹദ എന്നൊക്കെ പറയുന്ന ഷുഹദാക്കളുടെ മക്ബറ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈജിപ്തിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. കാരണം പറയപ്പെടുന്നത് 5000-ഓളം വരുന്ന സഹാബത്തും താബിഈങ്ങളും അടങ്ങിയിട്ടുള്ളവർ മറവിട്ട് കിടക്കുന്ന ബഖിയ അത്താനി രണ്ടാം ബഖിയ എന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്ന അല്ലെങ്കിൽ ഈജിപ്തിലെ ചരിത്രകാരന്മാരും മറ്റൊക്കെ വിളിക്കുന്ന ഒരു ഏരിയയാണിത് ബഹ്നസ എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ബഹ്നസയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഫുതുഹാത്തുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ്. അതായത് ഷാം, ഫലസ്തീൻ, മസ്ർ ഒക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഇസ്ലാം അവിടേക്ക് എത്തിക്കുന്ന അതിൻ്റെ ഫുതുഹാത്തിൻ്റെ സമയത്തിൻ്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് വാഖിദിയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ബഹ്നസയെക്കുറിച്ച് എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരിക്കുന്ന സമയത്താണ് ഈജിപ്ത് ഫുതുഹാക്കുന്നത്. അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് വരുന്ന സമയത്ത് ഈജിപ്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാഹിറ അടക്കമുള്ള തലസ്ഥാനത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഓരോന്നോരോന്ന് കീഴടക്കി. പിന്നെ ഇസ്കന്ദരിയ എന്ന് പറയുന്ന അലക്സാണ്ട്രിയ, അത് വലിയൊരു യുദ്ധങ്ങളൊന്നും കൂടാതെ അതും കീഴടക്കി. പിന്നീട് ഈ ഈജിപ്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധം നടന്നത് അല്ലെങ്കിൽ കീഴടക്കാൻ ഏറ്റവും പ്രയാസം തോന്നിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ബഹ്നസ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ സയ്യിദ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് ഈജിപ്തിന്. അത് ഒരു ആഫ്രിക്കയിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ റോമൻ പട്ടാളക്കാരും റോമൻ നേതാക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകളുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ റോമൻ പട്ടാളക്കാരുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്ര ഈ ബഹ്നസ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കീഴടക്കിയാൽ സയ്യിദ് എന്ന് പറയുന്ന ഭാഗത്തേക്കും മറ്റുള്ള ഭാഗത്തേക്കും ഒക്കെ ഒരു എൻട്രി കിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത് കീഴടങ്ങിയാൽ തങ്ങളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന ഈ റോമക്കാർക്കും റോമൻ പട്ടാളത്തിനും മറ്റുമൊക്കെ അറിയാമായിരുന്നുകൊണ്ട് തന്നെ അവരേറ്റവും കൂടുതൽ കോട്ടകളും അതേപോലെ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ബഹ്നസ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം. ഈജിപ്തിൽ തന്നെ ഫുതുഹ ഈജിപ്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രയാസപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷഹീദായിക്കൊണ്ട് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു യുദ്ധം നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ബഹ്നസ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത്രയും ഷുഹദാക്കളും കാര്യങ്ങളൊക്കെ മറവിട്ടിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു മക്ബറയാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളത്. ഇവിടെ ഒരുപാട് കിബാബുകൾ, ചെറിയ ചെറിയ കുബ്ബകളും പിന്നെ സാധാരണക്കാരുടെ ഖബറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയപ്പെടുന്നത് വെച്ചാൽ 5000-ഓളം സഹാബത്ത് ഇവിടെ മറവിട്ട് കിടക്കുന്നതെന്നാണ് ഈജിപ്ഷ്യൻസൊക്കെ പറയാം. പക്ഷേ 5000-ഓളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യമാണ്. കാരണം ഇമാം സുയൂത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു കിതാബുണ്ട്, ദറുസ് സഹാബ ഫീമൻ ദഖല മിസ്ര മിന സഹാബ, അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ഇമാം സുയൂത്ത് റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഒരു കിതാബുണ്ട്. അതിൽ ഈജിപ്തിൽ മൊത്തത്തിൽ അവർ എണ്ണുന്നത് ഒരുപാട് സഹാബത്തിൻ്റെ അതിൽ പേരറിയുന്ന 350 പേരൊക്കെ എണ്ണുന്നത്. അപ്പോൾ 5000-ഓളം സഹാബത്ത് ഈജിപ്തിലുണ്ട് എന്ന് പറയുന്നത് എത്രത്തോളമാണ് അല്ലാഹു അഅലം. കാരണം പലരും ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. കാരണം 10,000-കണക്കിന് ബഖയിലുണ്ട്. പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലും, ഇപ്പോൾ ഇറാഖൊക്കെ നമുക്കറിയാവുന്നതുപോലെ സുഫീനിലും ജമലിലും ഒക്കെ ഒരുപാട് സഹാബത്ത് അങ്ങനെ കൂടുതലുണ്ടാവില്ല. ഇറാഖിലും മറ്റൊക്കെ ആയിരിക്കും. ഏതായാലും ഇവിടെയുള്ള അസ്ഹറിലെ പണ്ഡിതരും മറ്റൊക്കെ പറഞ്ഞത് ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. 5000-ഓളം പേര് ഈജിപ്തിലുണ്ട് എന്നും അതിൽ ഭൂരിപക്ഷം പേരും ഈ ഒരു ബഹ്നസ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നൊക്കെ. പിന്നെ മദീന അല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്താൻ പ്രത്യേകിച്ച് നമുക്കൊരു സോഴ്സ് കിട്ടാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മദീനയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആധികാരികമായ സോഴ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ കേട്ടുകേൾവികളും അല്ലെങ്കിൽ കുറേയൊക്കെ അത്തരം ചരിത്രം, കാരണം ഫുതുഹാത്തിൻ്റെ സമയമാണ്. അതായത് എല്ലാ ഭാഗത്തേക്കും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യങ്ങൾ അയക്കുന്നതും ഓരോരോ നാടുകൾ പിടിച്ചെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് വാഖിദിയെ പോലുള്ളവരൊക്കെ നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ് ചരിത്രത്തിന്. ഏതായാലും ഒരു ഹിജ്റ 22 അത്ര ഈ ബഹ്നസ എന്ന് പറയുന്ന ഈ ഒരു പട്ടണം അല്ലെങ്കിൽ സയ്യിദിൻ്റെ ഭാഗത്തേക്കുള്ള ഈജിപ്തിലെ ഈ ഒരു പ്രധാന കവാടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും താബിഈങ്ങളും അടക്കിയിട്ടുള്ള സൈന്യം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കീഴടക്കുന്നത്. ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളും കീഴടക്കിയതിന് ശേഷം മഹാനായ ഉമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നേരിട്ട് പങ്കെടുക്കാതെ ഒരു സംഘം സഹാബത്തിനെ, അതും പ്രധാനപ്പെട്ട മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ
റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മിഖ്ദാദ് ബിൻ അസ്വദ് ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു സൈന്യത്തെ എന്ത് ചെയ്യാണ് ഈ ഒരു ഇത് കീഴടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കണം. ചില രൂപത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു നേതൃത്വം എന്നും, ചില രൂപത്തിൽ മഹാന ഖൈസു ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നും രൂപത്തുകൾ ചില ചരിത്രകാരന്മാർ അങ്ങനെ ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഏതായാലും ഫുതൂഹ് ബഹനസ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരു വലിയൊരു സംഭവമായിരുന്നു. കാരണം ഈജിപ്ത് ഏറ്റവും മൊത്തത്തിൽ കീഴടങ്ങിയത് ഈ ബഹനസ കീഴടങ്ങിയതിൻ്റെ ശേഷമാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഫുതൂഹ് ബഹനസയിൽ 70ഓളം ബദരീങ്ങൾ പങ്കെടുത്തിരുന്നു. അതായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബത്തും അതിലുണ്ടായിരുന്നു എന്നാണ്. ഇപ്പം നിലവിലിവിടെ ഒരു വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു പള്ളിയും അതിൻ്റെ അടുത്ത് ഒരു വലിയൊരു മക്ബറയും, ആ മക്ബറയിൽ തന്നെ ചില പ്രധാനപ്പെട്ട ഖബറുകൾ ഇതേപോലെ കുബ്ബകളൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ സംരക്ഷിച്ചിട്ടുള്ളൊരു രീതിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ നമുക്ക് മക്കാമുകളാണ്. മക്കാം ഔലാദ് അഖീൽ ബിൻ അബി താലിബ്, അഖീൽ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാവുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ സഹോദരനായ അഖീൽ റളിയല്ലാഹു അൻഹു, അവരുടെ 2 മക്കൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്, ജാഫർ വാലി. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം വെച്ചാൽ ഈ ജാഫറും അഖീൽ ബിൻ അബി താലിബ് അതേപോലെ അഖീൽ ബിൻ അബി താലിബ് എന്ന് പറയുന്ന 2 മക്കളും ഇവരൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെ കർബലയിൽ ഷഹീദായവരുടെ കൂട്ടത്തിലും ഇവരെ പേര് കാണും. പിന്നെ എങ്ങനെ ഈ ബഹനസയിൽ അവരുണ്ടായെന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഈജിപ്തിൽ തന്നെ നമുക്ക് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ ചർച്ചകളും കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ അഹ്ലു ബൈത്തിലെ പലർക്കും എന്തുണ്ടാവും, ഈ ജാഫർ അൽ അക്ബർ, ജാഫർ അൽ അസ്ഗർ, അതേപോലെ അലി അൽ അക്ബർ, അലി അൽ അസ്ഗർ എന്നൊക്കെ പറയുന്ന ഒരേ പേരിൽ 2-3 കുട്ടികൾ ഒരു പകനുണ്ടാവും. പക്ഷേ അവരിങ്ങനെ അലി അൽ അക്ബർ, അലി അൽ അസ്ഗർ അങ്ങനെ. അപ്പോൾ അതിൽ പെട്ട 2 കുട്ടികളാണ് അത്ര, അതായത് ജാഫർ അലി എന്ന് പറയുന്ന അഖീൽ റളിയല്ലാഹു അൻഹു 2 മക്കൾ ഈ ഒരു ബഹനസയിലാണ് മറവിട്ട് കിടക്കുന്നതെന്ന് പറയാറുണ്ട്. ഒരു പുരാതനമായ പള്ളിൻ്റെ അകത്താണ്, മരം കൊണ്ടും മറ്റൊക്കെ നിർമ്മിച്ചിട്ടുള്ള, കണ്ടാൽ തന്നെ വളരെ പഴക്കം തോന്നുന്ന ഒരു ഇത് ഇവിടെയാണ് മക്കാം സെയ്ദി ജാഫർ വാലി ഇബ്ൻ അഖീൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതാണ് അവരുടെ ഒരു മക്ബറയും കാര്യങ്ങളും. ഇവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എളാപ്പാൻ്റെ കുട്ടികൾ. അതുപോലെ തന്നെ വളരെ പഴക്കം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഇതും ഇവിടെ എഴുതി വെച്ചതായിട്ട് കാണാം. അതേപോലെ ജാഫർ അലി ഔലാദ് അഖീൽ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയിട്ടുള്ള ഒരു സംഭവമൊക്കെ. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഇവിടെ വേറെ രീതിയിൽ കൃത്യമായ രീതിയിൽ ഖുബ്ബത്ത് ജാഫർ ബിൻ അബി താലിബ് ഔലാദു തൻസബില ജാഫർ അലി ഔലാദ് അഖീൽ ബിൻ അബി താലിബ് ഉസ്മാനിയാക്കളുടെ ഖിലാഫത്തിൻ്റെ സമയത്താണ് ഈ ഖുബ്ബും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള രീതിയിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ ഒരു പള്ളീൻ്റെ കോമ്പൗണ്ടിൽ തന്നെ, പള്ളീൻ്റെ കോമ്പൗണ്ട് വെച്ചാൽ നമ്മൾ മക്ബറിൻ്റെ ഭാഗത്തേക്ക് ഖബർസ്ഥാനിലേക്കാണ് കയറിയാൽ ഇവിടെ ഖുബ്ബത്തുൽ ബദരിയീൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഈജിപ്ഷ്യൻസ് അല്ലെങ്കിൽ ഈ ബഹനസയുള്ളവർ പറയുന്ന കേട്ടോ, ഖുബ്ബത്തുൽ ബദരിയീൻ എന്ന് പറയുന്ന ഒരു ഖുബ്ബുണ്ട് പ്രധാനമായിട്ട്. അവിടെ 2-3 സഹാബത്തിൻ്റെ ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് പിന്നെ പ്രധാനമായിട്ട് ഇവിടെ കാണാനുള്ളൊരു സംഭവം. അതൊരു പ്രത്യേകം ഘട്ടമായിട്ട് 2-3 ഖുബ്ബകളുള്ള ഒരു പ്രത്യേക കോമ്പൗണ്ടായിട്ട് തിരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ പ്രധാനമായിട്ടും പറയപ്പെടുന്നത് ഉഖ്ബത്ത് ബിൻ ആമിർ അൽ ജുഹനി, അതേപോലെ ഖഅഖഅബ് ബിൻ അംറു റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ഒരു സഹാബിയാണ് എന്ന് തന്നെയാണ് പല പണ്ഡിതരുടെയും അഭിപ്രായം. മഹാനായ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഖഅഖഅബ് ബിൻ അംറു എന്ന് പറയുന്ന സഹാബിയെ, ഭയങ്കര വിശ്വാസമായിരുന്നു. ഒരിക്കൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുനോട് അവർ ഖലീഫ ആയിരിക്കുന്ന സമയത്ത് ഒരു നാട് കീഴടക്കാൻ പോകുമ്പോൾ സൈന്യത്തിന് ആവശ്യപ്പെട്ടു, അതായത് സഹായം മദദ് ആവശ്യപ്പെട്ടിരുന്നു. മുസൈലമത്തുൽ കദ്ദാബിനോടുള്ള യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമാണെന്ന് തോന്നുന്നു, ഇറാഖിൻ്റെ ഭാഗത്തേക്ക് മറ്റോ. അപ്പോൾ ഒരു സൈന്യത്തെയാണ് ഖാലിദ് ബിൻ വലീദ് മറ്റൊരു നാട് കീഴടക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടി സൈന്യത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ മദീനയിലെ ഖലീഫക്ക് അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കത്തെഴുതണം. അപ്പോൾ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ ഖഅഖഅബ് ബിൻ അംറു റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഇവിടെ മറവിട്ട് കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഖഅഖഅബ് റളിയല്ലാഹു അൻഹുവിനെ നേരെ വിട്ടതാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ച് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയത് ഒരു സൈന്യത്തിന് വേണ്ടിയിട്ടില്ല, നിങ്ങൾ ഈ ഇദ്ദേഹത്തെ എന്തിനാ വിടുന്നത്? അപ്പോൾ മഹാനായ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ലാ യുഹ്സമുൽ ജേഷ് ഫീഹി മിത്ല ഹാദ, അതായത് ഖഅഖഅബ് റളിയല്ലാഹു അൻഹു പോലുള്ള ഒരാളുടെ സൈന്യം എന്തില്ല അങ്ങനെ തോൽപ്പിക്കപ്പെടില്ല, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പ്രയാസമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 1000 യോദ്ധാക്കൾക്ക് പകരമാണ് ഖഅഖഅബ് എന്നൊക്കെ പറയുന്നതായിട്ട് അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണുന്നു. പിന്നീട് അന്ന് കൊടുത്തതിന് ശേഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൈനിക സഹായികളിൽ ഒരാളായിരുന്നു ഈ ഖഅഖഅബ് റളിയല്ലാഹു അൻഹു. അവരിവിടെയാണ് മറവിട്ട് കിടക്കുന്നതെന്ന് പറയപ്പെടുന്നു. പിന്നീട് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് വെച്ചാൽ റിയാദ് ബിൻ അബൂ സുഫിയാൻ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരു മൂത്താപ്പാൻ്റെ കുട്ടിയുണ്ടായിരുന്നു, അബൂ സുഫിയാൻ. റസൂലുള്ളാഹിയുടെ മൂത്താപ്പ ഹാരിസ് എന്നവരുടെ മോനാണ് അബൂ സുഫിയാൻ. റസൂലുള്ളാഹിൻ്റെ മുലകുടിയുള്ള സഹോദരൻ കൂടിയാണ് ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്നവർ. നമ്മളെ പ്രധാനപ്പെട്ട അബൂ സുഫിയാൻ എന്നവരല്ല, മുആവിയ റളിയല്ലാഹു ഉപ്പല്ല, റസൂലുള്ളാഹിൻ്റെ ഒരു മൂത്താപ്പാൻ്റെ കുട്ടിയുണ്ട്. അവരുടെ മോനുണ്ട് സിയാദ് എന്നൊക്കെ പറയുന്ന, അവരുടെ മക്ബറയാണ് പിന്നീട് ഇവിടെ ഉള്ളത്. അവർ ഈ യുദ്ധത്തിലൊക്കെ ഒരു നേതൃത്വം വഹിച്ചിരുന്ന ഒരാളാണ്, ഈ ബഹനസ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ മക്ബറയാണ് ഈ കാണുന്നത്.
അതുപോലെ തന്നെ ബഹനസയിലുള്ള പലരും പറയാറുള്ളത് ഹൗല റളിയല്ലാഹു അൻഹയുടെ മക്ബറയാണ്, അല്ലെങ്കിൽ ആ കുബ്ബൻ്റെ അടിയിൽ ഹൗല റളിയല്ലാഹു അൻഹയാണ് എന്ന് പറയാറുണ്ട്. മക്ബറിൻ്റെ ഒക്കെ കുറേ മക്ബറുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരുടെയും മറ്റൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ചില പണ്ഡിതരുടെയും ഇവിടെയുള്ള ഈജിപ്ഷ്യൻ പണ്ഡിതരുടെയും മറ്റൊക്കെയുള്ള കിബാബുകളും ചെറിയ കിബാബുകളൊക്കെ ഉണ്ട്. ഏതായാലും സഹാബത്തിൻ്റെത് എന്ന് പറയുന്നതൊക്കെ ഇവിടുത്തെ ഒരു വിസാറത്ത് സിയാഹ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പിന്നെ പഴയതുപോലെ തന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബഹനസ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു ഷുഹദ മക്ബർ ഷുഹദ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ കാഴ്ചകൾ. താല്പര്യമുള്ളവർക്ക് ബഹനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യം, വാക്കിദിയുടെ ഒക്കെ ഒരു ഫുതുഹ് ബഹനസ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. കിതാബൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതേപോലെ ലോക്കലായിട്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിലൊരു മരമുണ്ട് ഇങ്ങനെ പ്രത്യേകം സംരക്ഷിച്ച്. ഇത് പറയപ്പെടുന്നത് ഈസാ നബി അലൈഹി സ്വലാമും മറിയം ബിവിയും അവർ വന്നിരുന്നിരുന്നൊരു മരമാണ്, ഭയങ്കര ഷിഫുള്ള മരമാണെന്നൊക്കെ പറയുന്നത്. അള്ളാഹു അലം നമുക്കറിയില്ല. ഏതായാലും ഇവിടെ പ്രത്യേകം സംരക്ഷിച്ച് നിർത്തിയിട്ടൊക്കെ ഉണ്ട് ഈ ഒരു മരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈജിപ്തിൽ വരുന്നവർ ചരിത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ബഹനസ് വരാതിരിക്കരുത്. കാരണം ബഹനസിൻ്റെ ഫുതുഹ് ബഹനസൊക്കെ പഠിച്ചതിന് ശേഷം വരിക. കാരണം മഹാൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് ഇതാക്കുന്ന ഫുതുഹാക്കുന്ന സമയത്ത് ഓരോ ഭാഗത്തുനിന്നും ഇങ്ങനെ ആക്രമിച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കീഴടക്കി അവിടെയുള്ള റോമൻ പട്ടാളക്കാരൊക്കെ വന്ന് അവസാനമായിട്ട് ഈ ബഹനസയിലായിരുന്നു കാരണം തമ്പടിച്ചിരുന്നു. അവിടെ തന്നെ ബഹനസ് കീഴടക്കുക വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അത്രയും ശുഹദാക്കളും മറ്റൊക്കെ ഉള്ള ഒരു യുദ്ധം കൂടിയാണ്. മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ധീരമായ പോരാട്ടം കണ്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ബഹനസ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വരാൻ കഴിയുന്നവർക്ക് ഇവിടെ വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.